സമാധാന വഴിയിലേക്ക് നീങ്ങുന്ന ഗാസയിൽ ബന്ദിമോചനം ആരംഭിച്ചു. ആദ്യഘട്ടമായി 7 ഇസ്രായേലി ബന്ദികളെ ഹമാസ് റെഡ് ക്രോസ് കമ്മിറ്റിക്ക് കൈമാറി. ഇന്ന് മോചിപ്പിക്കുന്ന ജീവനോടെയുള്ള 20 ബന്ദികളുടെ പേരുവിവരങ്ങൾ ഹമാസ് കൈമാറിയിട്ടുണ്ട്. 2 വർഷത്തെ ഇസ്രായേൽ ഹമാസ് യുദ്ധത്തിലുണ്ടായ വെടിനിർത്തലിന്റെ ഭാഗമായാണ് ഈ കൈമാറ്റം. യുദ്ധങ്ങൾ പരിഹരിക്കാൻ വിദഗ്ധനെന്ന അവകാശവാദവുമായി വീണ്ടും ട്രംപ്. പാക് അഫ്ഗാൻ യുദ്ധം അവസാനിപ്പിക്കുമെന്നും വ്യാപാര ഭീഷണി ഉയർത്തിയാണ് ഇന്ത്യ പാക് സംഘർഷം അവസാനിപ്പിച്ചതെന്നും US പ്രസിഡന്റ് പറഞ്ഞു. ഗാസയിലെ വെടിനിർത്തൽ താൻ പരിഹരിച്ച 8ാമത്തെ യുദ്ധമായി വിശേഷിപ്പിച്ചുകൊണ്ടായിരുന്നു ട്രംപിന്റെ പ്രസ്താവന. സെപ്റ്റംബറിൽ ചൈനയുടെ US-ലേക്കുള്ള കയറ്റുമതിയിൽ ഇടിവ്. ആഗോള കയറ്റുമതിയിലെ വർധന 6 മാസത്തെ ഏറ്റവും ഉയർന്ന നിലയിലെത്തി. അമേരിക്കയിലേക്കുള്ള ചൈനയുടെ കയറ്റുമതി സെപ്റ്റംബറിൽ മുൻ വർഷത്തെ അപേക്ഷിച്ച് 27% കുറഞ്ഞു. ചൈനയുടെ US-ലേക്കുള്ള കയറ്റുമതി തുടർച്ചയായി 6 മാസമായി കുറഞ്ഞു. സ്കൂളുകളുടെ ഫീസ് പേയ്മെന്റ് പ്രക്രിയയിൽ മാറ്റം വരുത്തി കേന്ദ്ര സർക്കാർ. പരീക്ഷാ ഫീസ്, സാമ്പത്തിക ഇടപാടുകൾ എന്നിവയ്ക്കായി എല്ലാ സ്കൂളുകളും UPI അടക്കമുള്ള ഡിജിറ്റൽ പേയ്മെന്റ് സംവിധാനത്തിലേക്ക് മാറണമെന്ന് കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രാലയം നിർദ്ദേശിച്ചു. സംസ്ഥാനത്ത് സ്വർണ്ണവിലയിൽ വൻ വർധന. 1 ഗ്രാം സ്വർണത്തിന് 105 രൂപയും 1 പവന് 840 രൂപയും കൂടി. ഇതോടെ 1 ഗ്രാം സ്വർണത്തിന് 11,495 രൂപയും 1 പവന് 91,960 രൂപയുമായി.